ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ 18 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ സയാര എന്ന ബോളിവുഡ് സിനിമ തകർപ്പൻ കളക്ഷൻ നേടിയെടുത്ത് വമ്പൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഹാൻ പാണ്ഡെ, അനീത് ബത്ത എന്നിങ്ങനെ രണ്ട് പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. 2025 ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത ബോളിവുഡ് സിനിമ ചാവയായിരുന്നു. രണ്ടാമത് സിക്കന്ദറും മൂന്നാമത് ഹൗസ്ഫുൾ 5ഉമായിരുന്നു. ഹൗസ്ഫുൾ 5 നേടിയെടുത്തതിന് 21 കോടി എന്ന ഓപ്പണിംഗ് നെറ്റ് കളക്ഷൻ തത്തുല്യമായ 21 കോടി ഓപ്പണിംഗ് കളക്ഷൻ നേടിയത് സയാരയും ഹൗസ്ഫുൾ 5ന്റെ മൂന്നാം സ്ഥാനം പങ്കുവച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 27 കോടി 75 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത്. ഇനി ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ നെറ്റ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടി വിടുന്ന അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 25 കോടി രൂപയായിരുന്നു. 2 ദിവസം കൊണ്ട് 46 കോടി രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. സയാര 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 55 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ വിദേശ കളക്ഷനായി 6 കോടി രൂപ കളക്ട് ചെയ്തിരുന്നു. ആദ്യ 2 ദിവസം കൊണ്ട് 64 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും തകർപ്പൻ ബുക്കിംഗാണ് ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 50,000 മുതൽ 55,000 വരെ ടിക്കറ്റുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 37 കോടി സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 83 കോടി രൂപയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 100 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 120 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം സയാര എന്ന സിനിമയ്ക്കൊപ്പം ജൂലൈ 18 റിലീസ് ചെയ്ത മറ്റൊരു ബോളിവുഡ് സിനിമയാണ് നികിത റോയി. നേരത്തെ ജൂൺ 27 ഈ സിനിമയുടെ റിലീസിംഗ് പ്രഖ്യാപിക്കുകയും തിയേറ്ററുകൾ കിട്ടാതിരിക്കുകയും ചെയ്ത് പിന്നീട് ജൂലൈ 18 മാറ്റിവെക്കുകയായിരുന്നു. സോനാക്ഷി സിൻഹ, പരേഷ് റാവൽ, അർജുൻ റാംബൽ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. പവൻ കൃപലാന്റെ തിരക്കഥ എഴുതിയ ഈ സിനിമ കുഷൻ സിൻഹയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുക്കാനായത് വെറും 52 ലക്ഷം രൂപ മാത്രമാണ്. 2 ദിവസം കൊണ്ട് 60 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ 1 കോടിയിൽ പോലും എത്തിച്ചേരില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ജൂലൈ 18 തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ ബോളിവുഡ് സിനിമയാണ് തൻവി ദി ഗ്രേറ്റ്. അനുപം ഖേർ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനുപം ഖേർ തന്നെയാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത്. ജാക്കി ഷെറാഫ്, അരവിന്ദ് സ്വാമി, പല്ലവി ജോഷി, ബൊമൻ ഇറാനി, നാസർ, ഇയാൻ ഗ്ലെൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 90 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 3 ദിവസം കൊണ്ട് 1.5 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. 50 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വമ്പൻ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള ചിത്രങ്ങളിലേക്ക് വന്നാൽ സുരേഷ് ഗോപിയുടെ JSK തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഞായറാഴ്ച കൂടിയായ 4ാം ദിവസമായി ഇന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് കളക്ഷൻ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 10 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 4 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5-5.5 കോടി റേഞ്ചിലുമാണ്. നവാഗതനായ മനോജ് പാലോടൻ സംവിധാനം ചെയ്ത് ജൂലൈ 18 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് രവീന്ദ്ര നീ എവിടെ. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ഷീലു എബ്രഹാം, സെന്തിൽ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. പ്രശസ്ത ഹാസ്യ സാഹിത്യകാരൻ കൃഷ്ണ പൂജപ്പുര തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 24 ലക്ഷം രൂപയായിരുന്നു. രാഹുൽ റിജി നായർ തിരക്കഥ സംവിധാനം ചെയ്ത ഫ്ലാസ്ക് എന്ന സിനിമ ജൂലൈ 18 തിയേറ്ററിലെത്തിയത്. സൈജു കുറുപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ, സുരേഷ് കൃഷ്ണ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അശ്വതി ശ്രീകാന്ത്, അജേഷ് ബാബു, ശ്രീജിത്ത് ഗംഗാധരൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. ഈ കോമഡി ത്രില്ലർ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 19 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. നവാഗതനായ യൂജിയൻ ജോസ് തിറമ്മൽ സംവിധാനം ചെയ്ത് ജൂലൈ 11 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സൂത്രവാക്യം. ഷൈം ടോം ജോക്കോ, വിൻസി അലോഷ്യസ്, ദീപക് പറമ്പോൾ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ചിത്രം തിയേറ്ററിലെത്തി 2ാമത്തെ ഞായറാഴ്ച കൂടിയായ 10ാമത്തെ ദിവസമാണ് ഇന്ന് കടന്നുപോയിട്ടുള്ളത്. ചിത്രത്തിന്റെ 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 72 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 3 കോടി റേഞ്ചിലാണ്. ജൂലൈ 4 തിയേറ്ററിലെത്തിയ ഒരു കോമഡി ക്രൈം ത്രില്ലർ സിനിമയാണ് ധീരൻ. രാജേഷ് മാധവൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, സിദ്ധാർത്ഥ് ഭരതൻ, ശബരീഷ് വർമ്മ, അശോകൻ, സുധീഷ് എന്നിങ്ങനെയാണ് താരങ്ങൾ. നവാഗതനായ ദേവദത്ത് ഷാജിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രം തിയേറ്ററിലെത്തി 3ാമത്തെ ഞായറാഴ്ച കൂടിയായ 17ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 14 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 17 ദിവസം കൊണ്ട് 3 കോടി റേഞ്ചിലാണ് ഈ സിനിമ കേരള കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിലവിൽ ലഭ്യമായിട്ടില്ല. അപ്പോൾ വിവിധ ഭാഷകളിലായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ സിനിമകൾക്കും ഇന്ന് ഞായറാഴ്ചയായിട്ട് നേരിയ തോതിലെങ്കിലും കളക്ഷൻ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ട് മിന്നും പ്രകടനമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സയാര തന്നെയാണ്. മിക്കവാറും എല്ലാ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.